ഗസയിലെ വെടിയൊച്ചകൾക്ക് താൽക്കാലിക വിരാമം ആവുകയാണ്. ഇത് സംബന്ധിച്ചുള്ള സമാധാന ഉടമ്പടിയിൽ ഹമാസും അതേപോലെ തന്നെ ഇസ്രയേൽ ഭരണകൂടവും ഒപ്പുവെച്ചു എന്നുള്ളതാണ് ഒടുവിലത്തെ വിവരം. അവിടെ ബന്ദി കൈമാറ്റത്തിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഹമാസിന്റെ പിടിയിലുള്ള ഇസ്രയേൽക്കാർ ഏതാണ്ട് 20ഓളം പേർ, അവരെ 72 മണിക്കൂറിനുള്ളിൽ മോചിപ്പിക്കണം എന്നുള്ളതാണ് ധാരണ. ഇപ്പോൾ വെടിനിർത്തൽ, ഇന്ന് വെള്ളിയാഴ്ച പുലർച്ചെ വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. 24 മണിക്കൂറിനകം ആ വെടിനിർത്തൽ ധാരണ നടപ്പിലാക്കപ്പെടും എന്നുള്ളതാണ് ഇസ്രായേൽ പറയുന്നത്. പക്ഷേ ഇപ്പോഴും പലയിടത്തും, ഗസയിൽ പലയിടത്തും അവിടെ ഇസ്രായേൽ സേനയുടെ വ്യോമാക്രമണവും അതേപോലെ തന്നെ മോർട്ടാർ ആക്രമണവും ഒക്കെ നടക്കുന്നു എന്നുള്ള വിവരങ്ങളുമുണ്ട്. പക്ഷേ അത് വാർത്തകൾ മാത്രമാണ്, ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് തൽക്കാലം അവിടെ ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തൽക്കാലം നമുക്ക് വിചാരിക്കാം. പക്ഷേ ചില ആശങ്കകൾ ഇപ്പോഴുമുണ്ട്. കാരണം ചില ഉപാധികൾ വെച്ചുകൊണ്ടാണ് ഹമാസ് ഈ വെടിനിർത്തൽ ധാരണ അംഗീകരിച്ചിട്ടുള്ളത്. ഈ വെടിനിർത്തലിന് വേണ്ടിയിട്ട് തങ്ങളെ സമീപിച്ച അന്താരാഷ്ട്ര പ്രതിനിധികളും അതേപോലെ ഇസ്രയേലും തങ്ങൾക്ക് വേണ്ട ഉറപ്പുകൾ നൽകിയിട്ടുണ്ട് എന്ന് ഹമാസിന്റെ ഇപ്പോഴത്തെ നേതാവ് ഖാലിൽ അൽ ഹയ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിലൊരു ഉറപ്പ് കിട്ടിയാൽ മാത്രമേ ഈ സമാധാന ഉടമ്പടികളുമായി സഹകരിക്കൂ എന്നുള്ളതായിരുന്നു ഹമാസിന്റെ നിലപാട്. കാരണം ഇസ്രായേൽ സേന അല്ലെങ്കിൽ ഇസ്രായേൽ ഭരണകൂടം പലതവണ ഇത്തരത്തിൽ സമാധാന ഉടമ്പടികൾ വെച്ചിട്ടുണ്ടെങ്കിലും അത് പിന്നീട് ഏകപക്ഷീയമായി ലംഘിച്ച ചരിത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ അമേരിക്ക അടക്കമുള്ള ഈ സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന കക്ഷികൾ തങ്ങൾക്ക് ഉറപ്പ് നൽകണം എന്നുള്ള ഒരു നിബന്ധനയോടുകൂടിയാണ് ഹമാസ് ഈ ധാരണയ്ക്ക് തയ്യാറായിട്ടുള്ളത്. ഏതായാലും 2 വർഷത്തോളം നീണ്ടുനിന്ന വലിയ രക്തരൂക്ഷിതമായ നാളുകൾക്ക് താൽക്കാലിക വിരാമം ആകുന്നു എന്നുള്ളത് നമുക്ക് അല്പം ആശ്വസിക്കാവുന്ന സംഗതിയാണ്. പക്ഷേ ഇതിലെ ഒരു പൂർണ്ണ വിരാമം, പൂർണ്ണമായ സമാധാനം എന്നുണ്ടാകും എന്നുള്ള ചോദ്യവും ഇവിടെ ഉദിക്കുകയാണ്. ഇതുവരെ കണക്കാക്കപ്പെട്ടത് 67,194 പേർ ഗസയിൽ അല്ലെങ്കിൽ പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് 1,69,890 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ചിലർ ജീവിക്കുന്ന സ്മാരകങ്ങളായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇനി അവർ ജീവിച്ചിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, ആ രീതിയിൽ ജീവിതം തന്നെ തകർന്നുപോയ ആയിരക്കണക്കിന് പേർ ഗസയിലുണ്ട് എന്നുള്ളത് പറയപ്പെടുന്നു. അതേപോലെ ഇതുവരെ അവിടെ നടന്ന ആക്രമണങ്ങൾ, വ്യോമാക്രമണങ്ങളിലടക്കം 100 കണക്കിന്, ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ, ബഹുനില കെട്ടിടങ്ങൾ അടക്കം നിലംപൊത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇനിയും ആയിരക്കണക്കിന് പേർ അവരുടെ ശരീരം വീണ്ടെടുക്കാനാകാതെ അവിടെ അതവരുടെ കുഴിമാടമായി മാറിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അപ്പോൾ ഗസയിൽ അല്ലെങ്കിൽ പലസ്തീനിൽ ഉണ്ടായ യഥാർത്ഥ രക്തച്ചൊരിച്ചിലിന്റെ ഒരു കഥ അല്ലെങ്കിൽ യഥാർത്ഥ മരണസംഖ്യ എന്ന് പറയുന്നത് ഈ പറയുന്ന 67,000 ആയിരിക്കില്ല, ഇനിയും കൂടും. 1,00,000-അടുത്തെങ്കിലും മരണം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മുൻകൈയെടുത്ത് പ്രഖ്യാപിക്കപ്പെട്ട ഈ സമാധാന ഉടമ്പടി 20 ദിന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം, ട്രംപ് നേരിട്ട് ജെറുസലേമിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത്. ജെറുസലേം നമുക്കറിയാമല്ലോ, അതായത് ജോർദാനും ഇസ്രയേലും തമ്മിൽ വലിയ തർക്കമുണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ജെറുസലേം. അതിൽ കിഴക്കും പടിഞ്ഞാറുമായി വേർതിരിച്ച് കിഴക്ക് ജോർദാൻ കൈവശപ്പെടുത്തുകയും പടിഞ്ഞാറ് ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലുമായിരുന്നു. പക്ഷേ 67-ന് ശേഷം സംഘർഷങ്ങൾക്കൊടുവിൽ ഈ ഇസ്രയേലിന്റെ പൂർണ്ണമായ നിയന്ത്രണം ഇസ്രയേൽ പിടിച്ചെടുക്കുകയായിരുന്നു. 80-ന് ശേഷം ഇസ്രയേൽ രാജ്യത്തിന്റെ തെൽ അവീവും മാറി ജെറുസലേമാണ് ഞങ്ങളുടെ രാജ്യത്തിന്റെ തലസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച ഒരു രാജ്യമാണ് ഇസ്രയേൽ. ഈ പ്രഖ്യാപനത്തെ ഐക്യരാഷ്ട്രസഭയടക്കം എതിർത്തിരുന്നു. കാര്യം ഐക്യരാഷ്ട്രസഭ ജെറുസലേമിനെ കണ്ടിരുന്നത് ഒരു സ്വതന്ത്ര പരമാധികാര പ്രദേശം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അവകാശമില്ലാതെ സ്വതന്ത്രമായി നിൽക്കട്ടെ. കാരണം ഈ പറയുന്ന ജെറുസലേം എന്ന് പറയുന്നത് 3 മതവിശ്വാസികൾക്കും വിശുദ്ധ ഇടമായിട്ട് കണക്കാക്കപ്പെടുന്ന സംഗതിയാണ്. അതായത് ജൂതന്മാർക്കും മുസ്ലിം മതവിശ്വാസികൾക്കും ക്രിസ്ത്യാനികൾക്കും ഏറെ പ്രാധാന്യമുള്ള സ്ഥലമാണ് ജെറുസലേം. അതുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്രസഭയുടെ ഇക്കാര്യത്തിലുള്ള ഒരു നിലപാട്, അത് സ്വതന്ത്രമായി തന്നെ നിൽക്കട്ടെ, ആർക്കും ഒരു പ്രത്യേക അവകാശങ്ങൾ അതിന്മേൽ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇസ്രയേൽ 1980-ൽ അതിനുമേൽ അവകാശം പ്രഖ്യാപിക്കുകയും അവർ അവരുടെ തലസ്ഥാന നഗരി ജെറുസലേമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒന്നാം ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത് തന്നെ ജെറുസലേമിലെ ഇസ്രയേലിന്റെ അവകാശവാദത്തെ അംഗീകരിച്ചു കൊടുത്ത ഒരു പ്രസിഡന്റ് കൂടിയാണ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹം ഇപ്പോൾ ഈ സമാധാന ചർച്ചകൾക്കെല്ലാം ശേഷം ഡൊണാൾഡ് ട്രംപ് നേരെ ജെറുസലേമിലേക്ക് എത്തുന്നു എന്നുള്ളൊരു വാർത്തയും വരുന്നു. ഒരു പക്ഷേ അനൗദ്യോഗികമായി വരുന്ന വിവരം, ഒരു പക്ഷേ ട്രംപ് നേരെ ഗസയിലേക്ക് പോകും എന്നുള്ള ഒരു വിവരവും വരുന്നുണ്ട്. ഗസയിലെ യഥാർത്ഥ വസ്തുതകൾ എന്താണ്, യഥാർത്ഥ ജീവിത രീതി എന്താണ് എന്ന് നേരിട്ട് കണ്ടു മനസ്സിലാക്കാൻ ട്രംപ് അങ്ങോട്ടേക്ക് പോകുമെന്നും പറയുന്നു. ഒരു പക്ഷേ അദ്ദേഹം ഈജിപ്തിലേക്കും പോയേക്കും. കാര്യം ഈജിപ്തിലാണ് ഹമാസും ഇസ്രയേലും തമ്മിലുള്ള മധ്യസ്ഥ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ആ സമാധാന ചർച്ചകളിൽ ട്രംപും ഭാഗമായേക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു. പക്ഷേ വൈറ്റ് ഹൗസ്
ഇക്കാര്യത്തിൽ മാത്രമേ, അതായത് ട്രംപ് ജെറുസലേമിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് വൈറ്റ് ഹൗസ് ഇപ്പോൾ സ്ഥിരീകരണം നൽകുന്നത്. ഞായറാഴ്ച ട്രംപ് ജെറുസലേമിൽ എത്തും എന്നുള്ളൊരു വാർത്തകൾ വരുന്നു. ഇപ്പോൾ അവിടെ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു. വെടിനിർത്തൽ ധാരണ ഈ വെള്ളിയാഴ്ച 24 മണിക്കൂറിനുള്ളിൽ അവിടെ നിലവിൽ വരും. ഇതിനുശേഷം നമുക്ക് ഏറ്റവും ആശ്വാസകരമായ സംഗതി, അവിടെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ അടക്കമുള്ളവർ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. മരുന്നില്ലാത്ത അവസ്ഥ, വെള്ളമില്ലാത്ത അവസ്ഥ. ഇതൊക്കെ താൽക്കാലികമായെങ്കിലും ഒരു പരിഹാരം ഈ വെടിനിർത്തൽ ധാരണ കൊണ്ടുണ്ടാകും. കാര്യം അവശ്യ സാധനങ്ങൾ, ദുരിതാശ്വാസ സാമഗ്രികൾ അടക്കമുള്ളവയുടെ വിതരണം വലിയ രീതിയിൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതിന് ഈ വെടിനിർത്തൽ ധാരണ വന്നതോടുകൂടി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വഴി തുറക്കുകയാണ്. ഒരു പരിധിവരെ ഇസ്രയേലിന്റെ കടുംപിടുത്തവും ഇതിന് കാരണമായിട്ടുണ്ട്. കാരണം ഗസയിലേക്ക് വരുന്ന ദുരിതാശ്വാസ സാമഗ്രികളെയൊക്കെ വഴിയിൽ തടഞ്ഞു നിർത്തുന്ന ഒരു നിലപാടാണ് ഇസ്രയേൽ സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ സമാധാന ഉടമ്പടി വന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ദുരിതാശ്വാസ സാമഗ്രികളുടെ വിതരണം സുഗമമാക്കപ്പെടും എന്നുള്ളതാണ്. ഇനി അറിയേണ്ടത് ഈ ഗസയുടെ പുനർനിർമ്മാണം ഏത് വിധമാകും. കാരണം ഈ സമാധാന ഉടമ്പടികളുടെ പ്രധാന സംഗതി ഒന്ന് ബന്ദികളുടെ കൈമാറ്റം. ഇസ്രയേലിന്റെ കയ്യിൽ 100 കണക്കിന് പലസ്തീൻ അനുകൂലികളുണ്ട്. ഹമാസിന്റെ കയ്യിൽ ഏതാണ്ട് 20ഓളം പേർ ഉണ്ട് എന്നുള്ളതാണ്. ജൂതന്മാരായ 20ഓളം പേർ ഹമാസിന്റെ കയ്യിലും ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഏതാണ്ട് 28ഓളം പേരുടെ മൃതദേഹ അവശിഷ്ടങ്ങളും ഹമാസ് വിട്ടുകൊടുക്കേണ്ടതുണ്ട്. ഇത് കഴിഞ്ഞാൽ ഗസയുടെ പുനർനിർമ്മാണമാണ് ഈ സമാധാന ഉടമ്പടിയിലെ മറ്റ് പ്രധാന സംഗതി. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മധ്യസ്ഥനായ ഒരു സമിതി മുൻകൈയെടുത്ത് ഗസയിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തും. അവിടെ ഈ യുദ്ധത്തിന്റെ സ്മാരകങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞു വീണ കെട്ടിടാവശിഷ്ടങ്ങൾ മാത്രമാണുള്ളത്. അതൊക്കെ മാറ്റി അവിടെ ജനജീവിതം പഴയ നിലയിലാക്കാൻ, അത് ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുമെന്നൊക്കെയാണ് ട്രംപിന്റെയും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയൊക്കെ പ്രഖ്യാപനം. അപ്പൊ ആ ഒരു നടപടിയിലേക്ക് എന്താണ് ഇനി ചെയ്യാനുള്ളത്? ഈ ഗസയുടെ അല്ലെങ്കിൽ ഫലസ്തീന്റെ ഭരണം ഇനി ഏത് രീതിയിൽ മുന്നോട്ട് പോകും? ട്രംപും അതേപോലെ നെതന്യാഹുവും അടക്കമുള്ളവർ വിഭാവനം ചെയ്യുന്നത് പലസ്തീൻ ജനങ്ങൾ പങ്കാളികളായ ഒരു ഭരണകൂടം അവിടെ നിലവിൽ വരും. അവിടെ ഹമാസിന് പ്രാതിനിധ്യം ഇല്ല എന്നാണ്. പക്ഷെ നേരത്തെ ഹമാസ് എടുത്ത നിലപാട് അവർ ഗസ വിട്ടുപോകില്ല, നിരായുധീകരണത്തിന് നിന്നു കൊടുക്കില്ല എന്നൊക്കെയുള്ളതാണ്. പക്ഷെ ഇപ്പോൾ അവിടെ അവർ സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. അപ്പോൾ ഈ ഉടമ്പടിയിൽ അവർക്ക് നൽകിയിരിക്കുന്ന ഉറപ്പുകൾ എന്താണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തതയുണ്ട്. കൃത്യമായ ഉറപ്പുകൾ, മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടല്ലാണ്ട് ഒരു സമാധാന ഉടമ്പടിക്കും തങ്ങൾ നിന്നു കൊടുക്കില്ല എന്നുള്ളതാണ് ഹമാസ് എടുത്ത നിലപാട്. ഏതായാലും ഇക്കാര്യത്തിൽ ഇനി ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഏത് രീതിയിലാണ് ഇനി ഗസയിലെ ജനങ്ങൾ, അവിടുത്തെ ജനങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോകുക എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു അന്താരാഷ്ട്ര ഇടപെടൽ ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട്. കാരണം ഏതാണ്ട് 20 ലക്ഷത്തോളം വരുന്ന ആൾക്കാർ ഈ ഗസയിൽ ഉണ്ട് എന്നുള്ളതാണ് പൊതുവെയുള്ള കണക്ക്. അതിൽ ഏറിയ പങ്കും സുരക്ഷിത സ്ഥാനങ്ങൾ തേടി പലായനം ചെയ്തു പോയി. വേറെ മാർഗമില്ലാത്ത പലരും, അതായത് ഉള്ള സമ്പാദ്യം എല്ലാം നശിച്ച് പോകാൻ ഒരു ഇടമില്ലാത്ത പലരും ഇപ്പോഴും അവിടെ അവശേഷിക്കുന്നുണ്ട്. അത് പലരുടെയും ബന്ധുക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, മക്കൾ നഷ്ടപ്പെട്ടവർ നിരവധിയുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ഒരു പുനരധിവാസം ഇനി എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിലാണ് ഇനി ആശയ വ്യക്തത വരേണ്ടത്. ഏതായാലും ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോൾ സമാധാനത്തിന്റെ നോബൽ സമ്മാനം പ്രതീക്ഷിക്കുകയാണ്. ഗസയിൽ ഒരു വെടിനിർത്തൽ ധാരണ അത് കൃത്യസമയത്ത് തന്നെ നടപ്പിലാക്കപ്പെട്ടുന്നു. അത് ഏതൊരു സാഹചര്യം, അതിലും കുറച്ച് ആശങ്കകൾ, അവ്യക്തതകളുണ്ട്. കാര്യം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം പ്രഖ്യാപിക്കാനിരിക്കെ തിടുക്കപ്പിടിച്ച് ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കി, അതിനനുസരിച്ച് വെടിനിർത്തൽ ധാരണ ഉണ്ടാക്കി. അപ്പോൾ ഈ നോബൽ സമ്മാന പ്രഖ്യാപനത്തിൽ ഒരു പക്ഷേ ട്രംപ് തഴയപ്പെട്ടാൽ, അല്ലെങ്കിൽ ട്രംപിന് ഒരു മോഹഭംഗം ഉണ്ടായാൽ വീണ്ടും ഗസയിൽ സംഘർഷം ഉണ്ടാകുമോ എന്ന തരത്തിൽ ഒരു അഭ്യൂഹം പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ട്രംപിന് സമാധാന നോബൽ സമ്മാനം കിട്ടിയാൽ അത് ഈ ഗസയിൽ സമാധാനം സ്ഥാപിക്കാനായിട്ട് അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾക്ക് ലോക അംഗീകാരം കിട്ടിയതിന് തുല്യമാകും. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ട്രംപിനെ ഇക്കാര്യത്തിൽ അഭിനന്ദിക്കുന്നുണ്ട്. അതും ഒരുപക്ഷെ ഈ പുരസ്കാര നിർണയ സമിതിയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും ട്രംപിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടുന്നെങ്കിൽ അത് അത്ഭുതപ്പെടാനൊന്നുമില്ല. കാര്യം ഇത്രയും വലിയൊരു സംഘർഷം അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ട് പരിഹരിക്കപ്പെട്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് കിട്ടുക തന്നെ ചെയ്യട്ടെ. പക്ഷേ കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ പിന്നെ ട്രംപ് എത്രത്തോളം ഈ വിഷയത്തിൽ താല്പര്യം എടുക്കും എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. കാരണം അവിടെ ഒരു ജനജീവിതം സുഗമമാക്കാൻ വേണ്ടി സ്വയം ഇറങ്ങി തിരിച്ച ആളാണ് ട്രംപ്. താനാണ് അവിടുത്തെ സമാധാന ദൂതനെന്ന് സ്വയം അവരോധിച്ച് രംഗത്തെത്തിയ ആളാണ് ട്രംപ്. പക്ഷേ അദ്ദേഹം ആഗ്രഹിക്കുന്നത് ബരാക് ഒബാമയ്ക്ക് കിട്ടിയതുപോലെ, നെൽസൺ മണ്ടേലയ്ക്ക് കിട്ടിയതുപോലെ, അല്ലെങ്കിൽ മദർ തെരേസയ്ക്ക് കിട്ടിയതുപോലെയുള്ള ഒരു നൊബൽ പുരസ്കാരം തനിക്കും വേണം എന്നുള്ളതാണ്. ഇപ്പോൾ ബരാക് ഒബാമയെയൊക്കെ അദ്ദേഹം കടന്നാക്രമിക്കുന്നുണ്ട്. ഒരു പണിയും ചെയ്യാഞ്ഞിട്ടാണ് ഒബാമയ്ക്ക് സമാധാന നോബൽ സമ്മാനം കിട്ടിയത്. താൻ വലിയ യുദ്ധങ്ങളൊക്കെ നിർത്തലാക്കി കൊടുത്ത ഒരാളാണ്, അതുകൊണ്ട് തനിക്കത് കിട്ടാൻ അർഹതയുണ്ടെന്ന് അങ്ങനെ ട്രംപ് കൂടെ പറയുന്നുമുണ്ട്. പക്ഷേ പുരസ്കാരം, നോബൽ സമ്മാന പുരസ്കാരം അത് വളരെ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല പേരുകളും അതിലേക്ക് ഉയർന്നു വരും എന്നാണ്
പൊതുവിൽ നിരീക്ഷിക്കപ്പെടുന്നത് ട്രംപിനെ പരിഗണിക്കപ്പെടില്ല എന്നല്ല ഇതിനർത്ഥം. പക്ഷേ പരിഗണിക്കപ്പെടാതിരുന്നാൽ ഒരു പക്ഷേ ട്രംപ് ഇക്കാര്യത്തിൽ ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനായിട്ടുള്ള നടത്തുന്ന ശ്രമങ്ങളിൽ എത്രത്തോളം ഇപ്പോൾ കാണിക്കുന്ന അത്ര ആത്മാർത്ഥത തുടർന്നുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഗസയിൽ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഇതിനു മുൻപും ഇസ്രയേലും ഹമാസുമായിട്ടൊക്കെ ചർച്ചകൾ ഉണ്ടായി, സമാധാന ഉടമ്പടികളൊക്കെ ഉണ്ടായതാണ്. അതിനുശേഷവും വീണ്ടും അവിടെ കാര്യങ്ങൾ പഴയ നിലയിലേക്ക് പോയിട്ടുള്ളതുമാണ്. അപ്പോൾ എന്താകും ഇനി ഗസയിൽ സംഭവിക്കാൻ പോകുക എന്നുള്ളത് നമ്മൾക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു സംഗതിയാണ്.